ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ജെ റെസിപ്പിയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മടിയന്മാർക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ്. മറ്റൊന്നുമല്ല, നേപ്പാളികളുടെ ഫേവറേറ്റായ ചുക്കോണിയാണ്. ഊണിനൂടെ കഴിക്കാനായിട്ട് വളരെ പെട്ടെന്ന് തന്നെ, എനിക്ക് തോന്നുന്ന ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇത് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നേപ്പാളികളുടെ റെസിപ്പി ആയതുകൊണ്ട് മാത്രമല്ല, ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്, നല്ല ഉന്മേഷമായിരിക്കും ഇത് ഊണ് കഴിക്കാൻ തന്നെ. ഊണിൻ്റെ കൂടെ കഴിക്കാനായിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഈ ഒരു ഐറ്റം നിങ്ങൾ ട്രൈ ചെയ്യണമെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് നിരാശപ്പെടേണ്ട വരില്ല, അതെൻ്റെ ഒരു ഉറപ്പാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ വീഡിയോ ഓരോന്നിടുമ്പോഴും നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി മൊബൈലിൽ വരുന്നതാണ്. അപ്പോൾ ഇനി ഒട്ടും തന്നെ സമയം കളയേണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് 1 കപ്പ് അളവിൽ തൈര് ചേർത്ത് കൊടുക്കാം. തൈര് അല്ലെങ്കിൽ യോഗർട്ട്, ഞാനിവിടെ യോഗർട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പൂൺ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതായത് ആ കട്ടകളൊക്കെ നുടച്ച് ജസ്റ്റ് ഒന്ന് ലൂസാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ തൈരൊക്കെ നന്നായിട്ട് ഒന്ന് ഉടച്ച് നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഏകദേശം ഈ ഒരു പരുവമായാൽ മതി. ഇനി ഇതിലേക്ക് മീഡിയം സൈസ് 2 പൊട്ടറ്റ പുഴുങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ തൊലി കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ തൊലി കളയണ കാര്യം ഞാൻ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. അതേപോലെ നീളനെ കട്ട് ചെയ്ത മീഡിയം സൈസ് ഒരു സബോള ഇട്ട് കൊടുക്കാം. ഒരു 3-4 ടേബിൾ സ്പൂൺ അളവിൽ കോറിയൻഡർ ലീഫ് ഇതേപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഹിമാലയൻ സാൾട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഹിമാലയൻ സാൾട്ട് ഇല്ലെങ്കിൽ സാധാരണ ഉപ്പ് ചേർത്താലും മതി, ഹിമാലയൻ സാൾട്ട് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതുകൂടാതെ 1 ടീസ്പൂൺ അളവിൽ സാധാരണ എരിവുള്ള മുളക് കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ സ്പൂൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. കാരണം അതിൽ കിടക്കുന്ന ഉരുളകിഴങ്ങ് ഉടയാണ്ട് കിട്ടും. നമ്മളതിൽ വിസ്കൊക്കെ ഉപയോഗിച്ചാണ് മിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഉരുളകിഴങ്ങൊക്കെ വളരെയധികം ഉടഞ്ഞു പോകും. കാരണം നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്ന ഉരുളക്കിഴങ്ങ് കുറച്ചൊക്കെ നമുക്ക് കടിക്കാനായിട്ട് കിട്ടണം. എന്നാലാണ് നമുക്കിതിൻ്റെ ഒരു ഒതൻറ്റിക് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ പകുതി പണി കഴിഞ്ഞു, മിക്സിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പണിയിലേക്ക് പോകാം. ഇതിനായിട്ട് ചെറിയൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 1-1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ തന്നെ സ്റ്റവിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിം ആക്കിയേക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ സാധാരണ ജീരകം, 1 ടേബിൾ സ്പൂൺ അളവിൽ കസൂരി മെതി അഥവാ ഉലുവയുടെ ഉണങ്ങിയ ഇല പൊടിച്ചത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ തന്നെ സാധാരണ എരിവുള്ള മുളക് പൊടി. ഇതെല്ലാം ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം നല്ലപോലെ മിക്സ് ആയതിനു ശേഷം നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് മൊത്തത്തിൽ ഈ മിക്സൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് സംയോജിപ്പിക്കാം. ഇത്രേ ഉള്ളൂ നമ്മുടെ നേപ്പാളി ചുക്കോനി റെസിപ്പി. അപ്പോൾ നമുക്ക് ഊണ് കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റിൽ നിമിഷങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന നേപ്പാളി ചുക്കോനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എല്ലാവരുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. ഈ റെസിപ്പി ഞാൻ 2-3 പ്രാവശ്യം ഉണ്ടാക്കുന്നത്, കാരണം അതിൻ്റെ ടേസ്റ്റ് കൊണ്ടാണ് ഞാൻ വീണ്ടും ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളോട് ഇത്രയും ഉറപ്പ് പറയണത്, നല്ല ടേസ്റ്റ് ഉണ്ടാക്കും എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. നിങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം ഞങ്ങളുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ജെ റെസിപ്പിയുടെ മറ്റൊരു പുതിയ വീഡിയോയുമായി ഇനി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.